ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മമ്മൂട്ടിയുടെ ഒരു ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടുകളായിട്ട് ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് തെളിച്ച് വരച്ച് കാണിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ക്ലോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സാധാരണ പോലെ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം A4 പേപ്പറിൽ എങ്ങനെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വരച്ച് വെച്ചിരുന്ന ആ പേപ്പറിലാണ് നമ്മളിപ്പം ഔട്ട്ലൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. അപ്പം അത് കാണാത്തുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. ഈ ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ഈ പേപ്പറിൽ നോക്കിയിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഇതിൻ്റെ റെഫറൻസ് ഇമേജ് ഉണ്ടല്ലോ, അപ്പോൾ ആ റെഫറൻസ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇങ്ങനെ വരയ്ക്കാനുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. നമ്മൾ ആ ഫേസിൽ മെയിനായിട്ട് കണ്ണ്, മൂക്ക്, ആ ഒരു ചുണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ വരയ്ക്കാൻ ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ അങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാൻ കിടപ്പുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡ്രോയിങ് ക്ലാസ്സൊക്കെ നമ്മൾ എടുത്ത് പോയതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഡ്രോയിങ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക. അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാം. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ. അതുപോലെ നിങ്ങളിത് ഓരോ പാട്ടും കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് വരച്ചെടുക്കാവുന്നേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക.